ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ്. വളരെ ടേസ്റ്റിയും വളരെ ഈസിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗുലാബ് ജാമുന് വേണ്ട സാധനങ്ങൾ: 1.5 കപ്പ് ഷുഗർ, 3 ഏലക്കായ, 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, മിൽക്ക് പൗഡർ 1/2 കപ്പ്, മൈദ 1 ടേബിൾ സ്പൂൺ, റബ്ബർ ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, ഗീ 1 ടീസ്പൂൺ, മിൽക്ക് ചെറിയ ചൂട് വാം മിൽക്ക് 3 ടേബിൾ സ്പൂൺ. ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാം. ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ 1.5 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം, ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെറിയ തീയിൽ മെൽറ്റ് ചെയ്താൽ മതി. പകുതി മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ആ 1 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നന്നായി തിളയ്ക്കുന്നുണ്ട്. പഞ്ചസാര ഒന്നുകൂടി മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 3 ഏലക്കായും ഇട്ട് കൊടുക്കാം. 3 ഏലക്കായ ഒന്ന് ചതക്കിയതാണത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇത് മാറ്റി വെക്കണം. നമുക്ക് ഗുലാബ് ജാമുൻ്റെ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ടേബിൾ സ്പൂൺ റവ, 1 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗീ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. വാം മിൽക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയതാണ്. ഒന്നുകൂടിയും ഡ്രൈ ആവാനുണ്ട്. അപ്പം നമുക്കൊരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് അത് വറുത്തെടുക്കണം. ഏകദേശം ഇത്ര പോകുന്ന ബോൾസുകളാക്കിയാൽ മതി. ചെറിയ ചെറിയ ബോൾസുകളാക്കിയാൽ മതി. ഇതെല്ലാം നമുക്ക് ഇത്ര പോകുന്ന ബോൾസുകളാക്കിയിട്ട് റെഡിയാക്കാം. ബോൾസുകളാക്കി റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി വറുത്തെടുക്കാം.
ഒരു പാനിൽ ഓയിൽ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിൽ നമുക്ക് ബോൾസുകൾ ഇട്ട് വറുത്തെടുക്കാം. ഓരോ ബോൾസുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ തീയിൽ ഇട്ട് വറുത്തെടുക്കണം, ഇല്ലെങ്കിൽ ഉള്ളു വേവില്ല. ഒരുപാട് പ്രസ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കരുത്, അപ്പോൾ അത് പൊട്ടിപ്പോവും. മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇനി കോരിയെടുക്കാം. ഈ വറുത്ത് വെച്ചിട്ടുള്ളത് ഈ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാനി ഇട്ട് കൊടുക്കുമ്പോൾ പഞ്ചസാര പാനി നല്ല ചൂട് വേണം. ഇനി നമുക്ക് ബാക്കി കൂടി വറുത്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. നമ്മളുടെ ഗുലാബ് ജാമുൻ റെഡി ആയിക്കാണ്. നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം. സർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.